ഹായ് ഡേസ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ സ്വന്തം ചാനലായിട്ടുള്ള ലാൽട്ടൺ വേഡിലേക്ക് സ്വാഗതം. ഇന്നൊരു പുതിയ ലുക്കാണല്ലേ? തീർച്ചയായും ഞാൻ ഇന്നൊരു പുതിയ ലുക്കിലാണ്. കാരണം തിരുപ്പതി യാത്രയൊക്കെ ചെയ്ത് അതിനുശേഷം ഇവിടെ എത്തിയിട്ട് 1-2 ദിവസങ്ങളൊക്കെ ആയി. കുറച്ച് പ്രാർത്ഥനയും കുറച്ച് സന്തോഷവും മനസ്സമാധാനമൊക്കെ തേടിയുള്ളൊരു യാത്രയായിരുന്നു. വളരെയധികം സന്തോഷത്തോടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാരണം ഞാൻ യാത്രയൊക്കെ തിരിച്ച് വന്ന ശേഷം ഞാനൊരു പടം കണ്ടു. തുടരും, നമ്മുടെ ഗ്രേറ്റ് ആയിട്ടുള്ള മോഹൻലാൽ സാറിൻ്റെ പടം. ലാൽട്ടൻ്റെ തരംഗം എന്ന് പറയുന്നത് പോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു. തരുൺമൂർത്തി എന്ന് പറയുന്ന ഓപ്പറേഷൻ ചാവ ഒരു ഫസ്റ്റ് മൂവി സക്സസ് ആയിട്ട് കൊണ്ടുപോയ ഒരു ഡയറക്ടർ, ഇതുപോലെയുള്ളൊരു രജപുത്ര രഞ്ജിത്ത് സാറ് രഞ്ജിത്ത് ഏട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത ഒരു പടം, വലിയൊരു ബാനറിൽ ഷാജിയേട്ടൻ ക്യാമറ ചെയ്ത ഒരു പടം. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറേ കാലത്തെ കൂട്ടുകെട്ടായിട്ടുള്ള ശോഭന, അതുപോലെ തന്നെ മോഹൻലാൽ കൂട്ടുകെട്ട്, എത്രയോ സിനിമകൾ, നാടോടിക്കാറ്റ്, അതുപോലെ തന്നെ തേന്മാവൻ കൊമ്പത്ത്, മണിച്ചിത്രത്താഴ്, ഇതെല്ലാം തന്നെ അവരുടെ കോംബോ വളരെ രസകരമായിട്ട് നമ്മൾ കണ്ടതാണ്. മിന്നാരം, ഇതെല്ലാം തന്നെ അതിനൊരു ഉദാഹരണം തന്നെയാണ്. പക്ഷെ ഞാൻ എടുത്തു പറയാൻ കാരണം, എത്രയോ കാലഘട്ടത്തിന് ശേഷം മോഹൻലാൽ പടത്തിന് ഇത്രയും ഒരു ഒരു സ്വീകാര്യത കിട്ടുക എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിലിരുന്ന് പടം കാണുമ്പോൾ തന്നെ ഒരു ഉള്ളിൽ നിന്ന് തന്നെ ഒരു എനർജിയും സന്തോഷവും, സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി. കാരണം അതിലൊരു വിഷമമായിട്ടുള്ള രംഗങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല. സിനിമയ്ക്ക് എല്ലാ പാറ്റേൺ ഉണ്ട്. സങ്കടത്തിന് സങ്കടമുണ്ട്, ചിരിക്കാനുണ്ട്, അതുപോലെ തന്നെ ആക്ഷനുണ്ട്, ത്രില്ലറുണ്ട്, എല്ലാ പാറ്റേൺസും ഉണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ ഒരു കാലഘട്ടത്തിലുള്ള മോഹൻലാലിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. കിലുക്കം, ചിത്രം, അതിന് അഭിമന്യു, അതിനുശേഷം ഭരതം, അതുപോലെ എത്രയോ സിനിമകൾ ചെയ്ത അതേ ലാലേട്ടൻ തന്നെയാണ് ദേവാസുരം, അതുപോലെ തന്നെ നരസിംഹം, ഇങ്ങനെയുള്ള ആക്ഷൻ മൂവി, പക്ക ഡ്രാമ സ്റ്റൈൽ, ലാസ്റ്റിലത്തെ എമ്പുരാൻ ഉൾപ്പെടെയുള്ള എല്ലാം തന്നെ പക്ക ഡ്രാമ സ്റ്റൈലിലുള്ള പടത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആക്ഷൻ മൂവിക്കൊക്കെ പ്രാധാന്യത്തിൽ നിന്ന് കവിഞ്ഞ് എല്ലാ സംഭവങ്ങളും ചേരുവകളും ചേർന്ന ഒരു ഉഗ്രം പടം തുടരും എന്ന് തന്നെ ആ പടത്തിൻ്റെ ടൈറ്റിൽ ഇട്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചൊരു സംഭവം തന്നെ. കാരണം 2 അക്ഷരത്തിലോ 3 അക്ഷരത്തിലൊക്കെ തുടങ്ങുന്ന പല സിനിമകളും നമ്മുടെ കേരളത്തിൽ ലോക സിനിമാ ചരിത്രത്തിൽ ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ ദൃശ്യമൊക്കെ അതിനൊരു ഉദാഹരണമാണ്. നല്ല സബ്ജക്റ്റ്, ഒരു 8 വർഷത്തോളം അതിൻ്റെ റൈറ്റർ എന്ന് പറഞ്ഞാൽ സുനിയേട്ടനാണ്. സുനിലും അതുപോലെ തന്നെ നമ്മുടെ തരുൺ കൃഷ്ണമൂർത്തിയും കൂടി ചേർന്ന് ഉൽപ്പാദിപ്പിച്ച ഈ ഒരു വലിയൊരു പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം. സൂപ്പറായിട്ട് സ്ക്രിപ്റ്റൊക്കെ കൃത്യമായിട്ടുള്ള ഡയലോഗ്സ്, ക്യാമറയുടെ ക്യാൻവാസ് ഒരു രക്ഷയുമില്ല ഫസ്റ്റിലത്തെ. അതുപോലെ തന്നെ ആർട്ടിന് ഗംഭീരമായിട്ട് നമ്മളൊരു സല്യൂട്ട് കൊടുക്കണം, ക്യാമറയ്ക്ക് സല്യൂട്ട് കൊടുക്കണം, ഡയറക്ടർ തരുൺമൂർത്തി കൊടുക്കണം. പിന്നെ ഇത്രയും നല്ല ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഈ ഒരു സിനിമ നിർമ്മിച്ച രജപുത്ര രഞ്ജിത്തിന് ഒരു സല്യൂട്ട് കൊടുക്കണം, ലാലേട്ടന് കൊടുക്കണം. അതുപോലെ തന്നെ അതിൽ ഓരോ അഭിനേതാക്കളും, ശോഭന എന്ന് പറയുന്നൊരു തമിഴ് ടച്ച് ക്യാരക്ടറായിട്ടാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. വൈഫായിട്ട് തന്നെയാണ് അഭിനയിച്ചത്. പക്ഷേ ഇവരുടെ കോംബോ എത്രയോ നാൾക്ക് ശേഷം കാണുന്നതുകൊണ്ടാവാം നമുക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു അത്ഭുതം തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ഫാമിലി, അതിലൊരു ചെറിയ പെങ്കൊച്ചു പോലും, അവരുടെ മകളായി അഭിനയിച്ച പെങ്കൊച്ചും പയ്യനായിക്കോട്ടെ, അതിലുള്ള ഓരോരോ ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും തന്നെ ശരിക്കും അങ്ങോട്ട് ജീവിക്കുന്നത് പോലെയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, പക്ക ഫാമിലി എൻ്റർടൈനറാണ്. നിങ്ങളെല്ലാ ഫാമിലി മെമ്പേഴ്സും, ഞാൻ ഇന്നലെ കുറേ നാൾക്ക് ശേഷം പല സിനിമകളും ആക്ഷൻ മൂവി പടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിലൊക്കെ വരുമ്പോൾ പലർക്കും മൂവി സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ മാർക്കോ, അതുപോലെ തന്നെ എമ്പുരാൻ, ഇതെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതുപോലെയുള്ളൊരു ഫാമിലി ക്രൗഡ്, ചെറിയ കുട്ടികൾ തൊട്ടിട്ട് എല്ലാവരും തന്നെ ഒരു സിനിമ കാണാൻ ആസ്വാദനത്തിന്. പിന്നെ സിനിമ കണ്ട പ്രേക്ഷകരാണെങ്കിൽ റിവ്യൂസിലും അതുപോലെ തന്നെ ട്രോൾസിലും എല്ലാം തന്നെ പറയുന്നത് നമുക്ക് ആ ലാലേട്ടനെ തിരിച്ചു കിട്ടിയെന്നില്ല. ലാലേട്ടൻ എവിടെയും പോയിട്ടില്ല, ലാലേട്ടൻ ഇവിടെ തന്നെയുണ്ട്. നല്ല സബ്ജക്റ്റും ലാലേട്ടന് പറ്റുന്ന രീതിയിലുള്ള ഒരു ഡയറക്ഷൻ മുഖമായിട്ടുള്ള തരുൺമൂർത്തി പോലത്തെ അടിപൊളി ഡയറക്ടേഴ്സ് ഇനിയും നമുക്കിടയിൽ ഉയർന്നു വന്നു കഴിഞ്ഞാൽ 100% ഷുവറായിട്ട് നമുക്ക് പറയാം, തീർച്ചയായും നമുക്ക് ഈ ഒരു സക്സസ് ആയിട്ടുള്ള ഒരു പടങ്ങൾ കാണാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുകയാണ്. ദൈവം നമ്മുടെ മുമ്പിൽ തുറന്നു തന്നിട്ടിരിക്കുകയാണ് ഇനിയും വഴികൾ. സോ അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ 100%ആയും ഈ തുടരും എന്ന് പറഞ്ഞ മൂവി കാണണം. ഈ മൂവി നിങ്ങൾ കണ്ടില്ലെങ്കിൽ തീരാ നഷ്ടം മാത്രമായിരിക്കും. നമുക്ക് ഓരോ കാലഘട്ടത്തിലും പുതിയ അഭിനേതാക്കളെ, പുതിയ ആളുകൾ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് മമ്മൂക്ക, ലാലേട്ടൻ ഇവരൊക്കെ ഇപ്പോഴും സ്ക്രീൻ പ്രസൻസിൽ നിൽക്കുന്നത് എന്നത് ശരിക്കൊരു ഉദാഹരണം നമുക്ക് ഇതുപോലത്തെ മൂവികൾ കാണുമ്പോൾ മനസ്സിലാവും.
എത്രയോ നടീനടന്മാർ വന്നിട്ടുണ്ട്. ഇന്നും അന്നും ഇന്നും എല്ലാം തന്നെ നിൽക്കുന്നത് ആരാന്നറിയോ? ഇവർ തന്നെയാണ്. അതിനുള്ള കാരണവും അവരുടെ കഴിവ് തന്നെയാണ്. ലാലേട്ടൻ്റെ ഓരോ സീക്വൻസിലുള്ള അഭിനയം എന്ന് പറഞ്ഞാൽ ഷോർട്ട് വൈസ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർക്ക് സാധിക്കും എൻ്റെ പൊന്നു ലാലേട്ട. അപ്പോൾ എല്ലാവിധ ആശംസകളും. തുടരും മൂവി എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓരോരുത്തരും ടിക്കറ്റ്സ് എടുത്ത്, ടിക്കറ്റിൻ്റെ പൈസ മുതലാവത്തില്ല കേട്ടോ. ഇനി അതിൻ്റെ പേരിൽ ടെൻഷൻസോ വെറീസോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് എത്ര പേര് പോയാലും നല്ലൊരു പടം ആസ്വദിച്ച് മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ച് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കും. അതുകൊണ്ട് അടുത്തുള്ള തിയേറ്ററിൽ പോയിട്ട് എത്രയും പെട്ടെന്ന് കാണുക. നിങ്ങൾ പടം നന്നായി വിജയിപ്പിക്കുക. ഇതുപോലത്തെ പടങ്ങൾ നമ്മൾ തന്നെയാണ് വിജയിപ്പിക്കേണ്ടത്. എന്നാൽ മാത്രമേ മലയാള സിനിമ ആയിക്കോട്ടെ, ലോക സിനിമ ലെവലിൽ തന്നെ നമ്മുടെ സിനിമകൾ അംഗീകരിക്കാൻ പറ്റുള്ളൂ. സോ ഗുഡ് ബൈ. തീർച്ചയായും തുടരും ഫിലിം നിങ്ങൾ കാണുക. എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഉയർച്ച ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും. ലാൽട്ടൺ ചാനലിന് വേണ്ടി ഷോബിൻ ലാൽ. താങ്ക് യു.